ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധതുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളോടിപ്പോൾ പറയാനുള്ളത് എന്താണ്. ഡിവൈൻ ഗൈഡൻസ് ഫ്രം യുവർ ആൻസിസ്റ്റേഴ്സ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാവുന്നത്, ആ സമയത്താണ് നിങ്ങൾ ഈ മെസ്സേജ് അറിയേണ്ടത്. ഇതൊരു കോയിൻസിഡൻസ് അല്ല. അതുപോലെ തന്നെ ഇത് ജെൻറൽലെസ് റീഡിംഗ് ആണ്. നമ്മൾ 3 കാർഡ്സ് ആണ് എടുക്കുന്നത്. പിക്ക് എ കാർഡ് റീഡിങ്ങും കൂടെയാണ്. നമ്മളിവിടെ കാർഡ്സ് ഷഫിൾ ചെയ്തെടുക്കാൻ പോവാണ്, ഓരോ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഹീലിങ്സിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിങ് നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരോ റീഡിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇൻഫർമേഷൻസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്തു തുടങ്ങാം. ആൻസിസ്റ്റേഴ്സ് മെസ്സേജ് ഫോർ യു. ഇതാണ് കാർഡ് നമ്പർ 1, സ്റ്റാഗ് എനർജി, ട്രസ്റ്റ് ആൻഡ് ത്രൈവ്. ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 2, ഹെർമിറ്റ്, റിട്രീറ്റ് ആൻഡ് റീചാർജ്. അപ്പോൾ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ഡ്രൂയിഡ് ഹോൾ ദ സ്പേസ് എനർജി. ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ യു ആർ ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ. So this is group number 1, this is 2, and this is group number 3. Okay. So ഇതിൽ ഏത് കാർഡാണ് വേണ്ടത് ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഗ്രൂപ്പ് നമ്പർ 1 സ്റ്റാഗ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇവിടെ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ത്രൈവ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയാണ് നിങ്ങളെ ലീഡ് ചെയ്യേണ്ടവരാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കാൻ നിങ്ങൾ വില്ലിങ് ആവുമ്പോൾ മാത്രമേ യൂണിവേഴ്സ് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വെരി സൂൺ വരാൻ പോവാണ്. സോ ഇപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച ആ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരാൻ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഓക്കെ. സെൽറ്റിക് ട്രഡീഷൻസിൽ ഈ ഒരു സ്റ്റാഗ് എന്ന് പറയുന്നത് കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം യു ആർ ബോൺ ടു ലീഡ്. അതിപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലെ തരികയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ലീഡർഷിപ്പ് എബിലിറ്റിയാണ് നിങ്ങളിപ്പം പുറത്ത് എടുക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ ഇതുവരെ നടന്ന് നീങ്ങിയ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക, ഒരു പാറ്റ് ഓൺ യുവർ ബാക്ക് നിങ്ങൾ കൊടുക്കുക. അതായത് യെസ് യു ഡിഡ് ഇറ്റ്, നിങ്ങൾ ഇത്രയും ചെയ്തു, അതൊന്നും ഒരു ചെറിയ കാര്യമല്ല, ഈ ഒരു ജേർണി ഒന്നും ഒരു ചെറിയ കാര്യമായിരുന്നില്ല. നിങ്ങളുടെ ഡിഗ്നിറ്റിയിൽ നിങ്ങളിപ്പോൾ നിൽക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്. ദ കോൺഫിഡൻറ്റ് ലുക്ക്. മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കി അവനവൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, അവനവൻ എന്താണെന്ന് അവനവൻ്റെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പവർ, അത് ചെറിയൊരു പവർ അല്ല. ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് ദാറ്റ് യു നീഡ് റൈറ്റ് നൗ. നിങ്ങൾക്ക് വേണ്ട ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയുമാണ് ഇപ്പോൾ. നമുക്ക് ഇതിന് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്ത് നോക്കാം. സോ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇപ്പം നിങ്ങളോട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറയുന്നു, നിങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് വരാൻ പറയുന്നു. അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എടുക്കാം, ഇത് സപ്പോർട്ടീവായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഡിഗ്നിറ്റി, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ്, പൊട്ടൻഷ്യൽ ഇതിലേക്കൊക്കെ എത്തേണ്ടതായിട്ടുള്ളൊരു സമയമാണെന്നാണ് ആൻസിസ്റ്റേഴ്സ് പറഞ്ഞു തരുന്നത്. വാവ് വാവ് വാട്ട് വി ഗോട്ട് ദ മാജിഷ്യൻ.
മാജിഷ്യൻ കാർഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ കേപ്പബിലിറ്റീസും എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ക്രിയേറ്റീവ് ആണോ? ആണ്. ഒത്തൻറ്റിക് ആണോ? ആണ്. അതോറിറ്റേറ്റീവ് ആണോ? അതുമാണ്. പ്രാക്ടിക്കൽ ആണോ? അതുമാണ്. എല്ലാ ആക്ഷൻ എടുക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇമോഷണലി കേപ്പബിലിറ്റിയും എല്ലാമുള്ള ഒരു വ്യക്തിയാണ് ദ മാജീഷ്യൻ. അപ്പം നിങ്ങൾക്ക് ഈ എനർജി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് സക്സസ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അതിനെന്താണ് വേണ്ടത്? നിങ്ങളുടെ മനസ്സ് കൊടുക്കണം അവിടെ. നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ആവണം. ആൻഡ് വാട്ട് ആർ യു മാനിഫെസ്റ്റിംഗ് റൈറ്റ് നൗ? ആൻഡ് 5 of Cups വന്നിട്ടുണ്ട്. ഇതൊരു പാർട്ട്ണർഷിപ്പ് ലോസ് കാണിക്കുന്നുണ്ട്. ഇത് ഏതോ ഒരു റോങ് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് ഇറങ്ങിയാലാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സക്സസ്സിലേക്ക്, നിങ്ങളുടെ സെൽഫ് വേർത്തിലേക്കും ഡിഗ്നിറ്റിയിലേക്കും എത്താൻ സാധിക്കുക എന്നും കൂടി ആൻസിസ്റ്റേഴ്സ് ഇപ്പോൾ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. എൻ്റെ ലാസ്റ്റ് കാർഡ് ഇസ് 2 of Pentacles. ഓക്കെ, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ജഗ്ലിങ് ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ള സമയവും വന്നിരിക്കുകയാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഓഫ് ഇറ്റ്. ഇത് അതിൻ്റെ അവസാനമാണ്. അത് തീരാൻ പോവാണ്. നിങ്ങളുടെ ആ ഒരു സൈക്കിൾ തീരാൻ പോവാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഫിനാൻസും പവറും പൊസിഷനും എല്ലാം കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾ വില്ലിങ് ആയിരിക്കുക. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യവും, എന്നാൽ അയ്യോ എനിക്കതിന് കഴിവുണ്ടോ, ഞാൻ അതിനൊക്കെ കേപ്പബിൾ ആണോ? 10 പേര് റെസ്പെക്റ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ 10 പേര് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് കൊടുക്കേണ്ട ഒരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു സ്പേസ് ഉണ്ട്. അതെടുക്കാൻ നിങ്ങൾ റെഡി ആണോ എന്ന് സ്വയം ചോദിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഇപ്പം ആൻസിസ്റ്റേഴ്സ് തരുന്നത്. ബി കോൺഫിഡൻറ്റ് ആൻഡ് കം ഇൻ ടു യുവർ ലീഡർഷിപ്പ് എന്നുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, ഹായ് ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ദ ഹെർമിറ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മെസ്സേജാണ്. ആൻസിസ്റ്റേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറഞ്ഞു തരുന്നത്? ഈ ഹെർമിറ്റ് കാർഡിൻ്റെ ഒരു എനർജി തന്നെ, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ട്. അപ്പോൾ സോളിറ്റ്യൂഡ് ആവശ്യമാണ്, മെഡിറ്റേഷൻ ഇപ്പോൾ ആവശ്യമാണ്, കണക്ട് വിത്ത് യുവർ സെൽഫ് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. ഇവിടെ സാധൂസിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ട്രഡീഷനിൽ ഗുരു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഋഷിമാർ എന്ന് പറയുന്ന വ്യക്തികൾ. ഈ ഒരു പവർ എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഉണ്ട് സ്പിരിച്വലായിട്ട്. ഇതിനെ ഇപ്പോൾ ഉണർത്തുക. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ ശ്രീ യന്ത്രമാണ് ഈ ബാക്കിൽ കാണുന്നത്. അത് സിംബലൈസ് ചെയ്യുന്നത് ദ ഡിവൈൻ ആൻഡ് മാസ്കുലൈൻ എനർജിയുടെ ഒരു യൂണിയനെയാണ്. സോ ഇവിടെ ഒരു മദർ ഫാദർ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഗോഡ് മദർ, ഗോഡ് ഫാദർ, നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ ആ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ പുത്രനാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഹിന്ദു ട്രഡീഷനിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശിവശക്തി, സ്കന്ദ എനർജി ഒക്കെ പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് റെപ്രസെൻറ്റേഷൻസ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു നോളജ് നേടേണ്ട സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓവർ വർക്ക് ചെയ്യാതെ ഒന്ന് പോസ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നിങ്ങളുടെ എനർജി അനാവശ്യ സ്ഥലങ്ങളിൽ നിങ്ങൾ ഡ്രെയിൻ ആക്കി കളയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. വേണ്ടത് എവിടെയാണോ അവിടെ വേണ്ട അത്രയും മാത്രം കൊടുത്താൽ മതി. ഓവറായിട്ട് കൊടുക്കണ്ട, എനർജി കൊടുക്കണ്ട. എനർജി പറയുമ്പോൾ നിങ്ങളുടെ ടൈം ആൻഡ് എഫേർട്സ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അത് പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും എന്തിലും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കാർഡ്സ് നമുക്ക് എടുക്കാം. സോ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് എന്താണ് ഫർദറായിട്ട്? അവർ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തോ പഠിക്കാനുള്ളൊരു സമയമാണ്, ലേണിംഗ് പീരീഡാണ്. അതുകൊണ്ട് തന്നെ പോസ് ചെയ്യുക, ഒന്ന് റെസ്റ്റ് എടുക്കുക, റിട്രൈവ് യുവർ സെൽഫ്. ആൻഡ് അതിന് ക്ലാരിഫിക്കേഷൻ ഇസ് ഓക്കെ. 7 of Cups. നിങ്ങൾക്ക് ഒരുപാട് ചാനൽസ് ഓപ്പൺ ആണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ
ഡിസ്ട്രാക്ഷനായിട്ട് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പോകേണ്ട ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ തലയിൽ ഒരു 100 ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 100ഉം ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ പല വഴി പോകുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പരാജയപ്പെടാം. ബിക്കോസ് അതൊക്കെ ഡിസ്ട്രാക്ഷനാണ്. നിങ്ങൾ വിചാരിക്കുകയാണ് അതും വഴിയാണ് ഇതും വഴിയാണ്. ബിക്കോസ് ഈ വഴികളെല്ലാം ഇവിടെ ഓപ്പൺ ആണല്ലോ, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് കിടക്കുകയാണ് പല വഴികൾ. പക്ഷേ ഇതിലേതാണ് നിങ്ങളുടെ യഥാർത്ഥ വഴി എന്നറിയാൻ ഇതെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടിട്ട് വിജയിക്കുന്നതിലേക്ക് പോകുന്നതിന് പകരം ആദ്യം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ സോള് പറയുന്നത് എന്താണ്, ഇൻറ്റ്യൂഷനിലൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആഗ്രഹം, സോൾ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കണക്ട് വിത്ത് യുവർ സെൽഫ്, എന്നിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുക. അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുക. അതുകൊണ്ടാണ് പോസ് ചെയ്യുക എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് കാർഡ് ഇസ് നമുക്ക് ജഡ്ജ്മെൻ്റ് ആവാന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പല സിറ്റുവേഷനെയും പല വ്യക്തികളെയും ജഡ്ജ് ചെയ്യുന്നതിൽ തെറ്റ് പറ്റുന്നുണ്ട്. അത് മാറ്റാനും കൂടി വേണ്ടിയിട്ട് നിങ്ങൾ പോസ് എടുക്കുക. എങ്ങനെ പോസ് എടുക്കണം? സൈലൻസിൽ, സോളിറ്റ്യൂഡിൽ, മെഡിറ്റേഷനിൽ ഇരിക്കുക. അത് 24 മണിക്കൂറൊന്നും നിങ്ങൾ ഇരിക്കണ്ട. ഒരു ദിവസത്തിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. കാര്യം നിങ്ങളിപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള നോയ്സസിൽ പെട്ട് വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്ക് വേണ്ടതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതും നിങ്ങൾ കൂടുതലായിട്ട് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇതെല്ലാം കണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ആലോചിക്കുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഇസ് 2 ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു സോൾമേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഓർ റിലേറ്റീവ് ആയിരിക്കും. ഈ ഒരു വ്യക്തിയുമായിട്ട് ചേർന്നുള്ള പ്ലാനിങ്സ്, പ്രവർത്തനം, അതല്ലെങ്കിൽ നിങ്ങളായിരിക്കും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് ഈ ഒരു വ്യക്തി ഉണ്ടാകും. അവരുടെ ഒരു സഹായം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് നേടിത്തരും, നിങ്ങൾക്കൊരു ന്യൂ എനർജി നേടിത്തരും എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 3 ഡ്രൂയിഡ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് മെസ്സേജാണ്. ഡ്രൂയിഡ് എന്ന് പറയുന്നത് വളരെ ഓൾഡ് ആൻഡ് വൈസ് ആയിട്ടുള്ള ഒരു സോളാണ്. അപ്പോൾ ഈ ഒരു കാർഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് ആൻസിസ്റ്റേഴ്സ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്? കാരണം നിങ്ങൾക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോഴുണ്ട്. അത് നിങ്ങളിലുമാവാം, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിലുമാകാം. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഇപ്പം നമ്മളൊരു ട്രീ എടുക്കുക. ആ ട്രീ നമ്മൾ കാണുമ്പം അതിൻ്റെ വേരുകൾ കാണുന്നില്ല. അതിൻ്റെ ട്രങ്ക് കാണുന്നുണ്ട്, ലീവ്സ് കാണുന്നുണ്ട്, അതിൻ്റെ ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. പക്ഷേ ഈ വേരിലാണ് ഇതിൻ്റെ എല്ലാ ബലവും ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ഗ്രൗണ്ടിങ് ഇപ്പോൾ അനിവാര്യമാണ്. നിങ്ങളുടെ വേരുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. വേരുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ആണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അറിയണം എന്നില്ല. നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നു, ഇതൊന്നും ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിൽ നിന്നെല്ലാം ലേൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജാണ് വരുന്നത്. ആൻഡ് നിങ്ങളുടെ വേരുകൾ ഇപ്പോൾ ബലപ്പെടുത്തുക. ആ ബലത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വളരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു ഇളകുന്ന ഒരു ആണിയായി ഇരുന്നിട്ട് കാര്യമില്ല. അതായത് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി സ്വന്തമായിട്ടൊരു തീരുമാനവുമില്ല. അങ്ങനെയല്ല ഇപ്പോൾ ഇരിക്കേണ്ടത്. ആദ്യം ചിന്തിക്കുക, എന്താണ് എൻ്റെ ലോകം, എൻ്റെ ജീവിതം. ഓക്കെ, നിങ്ങളുടെ ലോകത്തിന് നിങ്ങൾക്ക്
അതിർവരമ്പുകൾ ഉണ്ടാക്കാം, തുറക്കാം, ഷ്രിങ്ക് ചെയ്യാം, വലുതാക്കാം. അപ്പം നിങ്ങളുടെ ലോകം എന്താണ്, എത്രത്തോളമാണ് നിങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളോട് ഇടപെടുന്ന വ്യക്തികൾ ഇൻക്ലൂഡ് ചെയ്യുന്ന, നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്പേസ്, ഒരു ലോകം. അതാണ്. അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നിങ്ങളുടെ ലോകം. ആ ലോകത്തിൻ്റെ ലിമിറ്റ് എത്രത്തോളം വലുതാക്കണമെന്നും ചെറുതാക്കണമെന്നും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ ആൻസിസ്റ്റേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നോക്കാം. സോ ആൻസിസ്റ്റേഴ്സ് ഇപ്പോൾ നിങ്ങളോട് എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്ത് പേഴ്സ്പെക്റ്റീവാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്? ഓക്കെ, നൈറ്റ് ഓഫ് സ്വേർഡ്സ് ചിന്താപരമായ മാറ്റങ്ങൾ തന്നെയാണ്. നമ്മൾ പലപ്പോഴും സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യുക റാദർ ദാൻ റിഫ്ലക്റ്റിംഗ് ഓർ റിയാക്ടിങ് സഡൻലി, ലൈക്ക് ക്വിക്ക്ലി അല്ലെങ്കിൽ ഇമ്പൾസീവ്ലി. നമുക്കൊക്കെ ഉള്ളൊരു ധാരണയാണ്, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലും പറഞ്ഞാലും ഉടനെ ക്വിക്ക് റിയാക്ഷൻ കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മൾ ബുദ്ധിയില്ലാത്തവരായതുകൊണ്ടാണോ, ഇത് ഇവൻ ട്യൂബ്ലൈറ്റ് ആണോ എന്നൊക്കെ പറയുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് വരുന്ന ഇമ്പൾസീവ് റിയാക്ഷൻസ് കൊടുക്കുന്നു. അതാവശ്യമില്ല. ചിന്തിച്ച് ആ സ്പേസിൽ നിന്ന് ആൻസർ കൊടുക്കുക. ടേക്ക് യുവർ ടൈം അതിനു വേണ്ടി. ഓക്കെ, 3 ഓഫ് സ്വേർഡ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഇത് ചില വ്യക്തികൾ ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ്. അപ്പം അതിന് 4 ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും സ്വേർഡ്സ് എനർജിയാണ്, തിങ്കിങ് പ്രോസസ്സ് തന്നെയാണ്, പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റുകളാണ് വരേണ്ടത്. അപ്പം ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനും നിങ്ങളിപ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ബേസിക്കലി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് നല്ലത് മാത്രമാണ്. അത് വിശ്വസിക്കുക. പ്രകൃതി നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ ആ ഗുണം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സമയം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് വേദനയുള്ള സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ നിങ്ങളെ എന്തോ പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നില്ല, കേൾക്കുന്നില്ല, ഈ വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ നെഗറ്റീവായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, സെൽഫ് ടോക്ക് നടത്തിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അറ്റാച്ച് ചെയ്ത് വെച്ച സാഹചര്യങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങൾക്ക് നഷ്ടമായി എന്ന്. പക്ഷേ യൂണിവേഴ്സ് എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നന്മയുണ്ടാവാൻ വേണ്ടി നിങ്ങളോട് നെഗറ്റിവിറ്റി അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വ്യക്തിയെ ഇപ്പോഴേ യൂണിവേഴ്സ് റിമൂവ് ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത്ര തന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുക യൂണിവേഴ്സിൻ്റെ പ്ലാനിൽ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നതിനെയും സറണ്ടർ മോഡിലിരുന്ന് ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പം നമ്മളുടെ ആക്ടർ മോഹൻലാൽ പറയുന്നത് ഒരു തലവേദന വന്നാലും അത് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്, ഒരു പേഴ്സ്പെക്റ്റീവാണ്. അതായത് ഒരു നല്ല തലയുണ്ടെങ്കിലേ ആ തലവേദന വരുന്നുള്ളൂ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിക്കുക. നിങ്ങൾക്ക് ഒരു വേദന ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു ഹൃദയമുണ്ട്. ആ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കും. അത്രയും എംപത്തറ്റിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇത്. ഐ നോ ഇറ്റ്സ് എ ക്വൈറ്റ് കോംപ്ലിക്കേറ്റഡ് മെസ്സേജ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.